അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 150 ml കപ്പിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി മാവിലേക്ക് തിളപ്പിച്ചെടുത്ത 1 കപ്പ് വെള്ളം തിളച്ച ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്ത് മാവൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി വെള്ളം കുറച്ച് ഒഴിച്ച് മാവ് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ. നമ്മളെടുക്കുന്ന ഓരോ അരിപ്പൊടിക്കും അനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. എനിക്കിപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചില വെച്ചോ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനും മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കാം. നെയ്യ് ഇല്ല എങ്കിൽ മാത്രം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം മാവ് നല്ല ചൂടാണ്. ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു കടായിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മധുരമാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന്റെ പകുതി കപ്പ് 1/2 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചെടുത്ത ശർക്കരയാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തേങ്ങയിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അഥവാ നമ്മൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് അരിച്ചൊഴിച്ചിട്ട് വേണം ഈ തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയും തേങ്ങയെല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ തേങ്ങയും ശർക്കരയായിട്ട് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിലക്കടല ഉണ്ടെങ്കിൽ അത് കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ 5 കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. കശുവണ്ടി ആയാലും അതുപോലെ നിലക്കടലായാലും ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത ഏലക്കാപ്പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. സാധാരണ നമ്മൾ പൊടിച്ചെടുക്കുന്ന ഏലക്കയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഒഴിവാക്കാം. ശർക്കരയുടെ ഒരു നനവുണ്ട്, അതുകൊണ്ട് 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇത് ഡ്രൈ ആയി വരണം. ഇപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കരുത്, എന്നാൽ പിന്നെ ഇത് ഉരുണ്ട് കട്ടായി പോവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവെടുത്ത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. നമ്മൾ മാവെല്ലാം ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ചൂടും നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതാ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എണ്ണയോ നെയ്യോ തടവി കൊടുക്കുക. അപ്പോൾ വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്താലും മതി. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് എണ്ണ തടവിയ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുക്കുക. പാലിൻ്റെ കവറോ എണ്ണയുടെ കവറോ എന്തായാലും മതി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഗ്ലാസ് ആണ്. നമ്മൾ വീട്ടിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ പരന്ന് വന്നോളും. നമുക്ക് അച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാ കണ്ടില്ലേ, എല്ലാ വശവും ഒരുപോലെ ഒന്ന് പരത്തിയെടുക്കുക.
ഒരു പ്രയാസമില്ല, മാവ് നല്ല സോഫ്റ്റാണ്. ഇതുപോലെ എല്ലാ വശവും ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ വശവും ഒരേ കനത്തിലായിരിക്കണം. ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചെറിയൊരു കനം വേണം. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങ് എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. എന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ് പുറത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇത് ഒരു കറക്റ്റ് നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് തന്നെ എടുക്കുക. ഗ്ലാസിൻ്റെ ഈ അറ്റം വെച്ചിട്ട് ഇതുപോലൊന്ന് നമുക്ക് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മൾ അച്ചിലൊക്കെ ചെയ്തിട്ടെടുക്കില്ലേ, മോൾഡിലൊക്കെ ചെയ്തിട്ട് എടുക്കുന്ന അതേ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇത് 2 രീതിയിലാണ് കാണിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഈ രീതിയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പല്ല നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാ വാഴയിലയിൽ ഒരു ഉരുള മാവ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുക്കാം. വീണ്ടും ഗ്ലാസ് വെച്ചിട്ട് മാവ് പരത്തിയല്ല എടുക്കുന്നത്, ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റാം. ഇനി ഗ്ലാസിൻ്റെ മറുവശത്ത് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഈ മാവെടുത്ത് ഇതുപോലൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിൽ നിന്ന് ഈ മാവ് ഇളക്കി മാറ്റാം. അപ്പോൾ മാവ് ഇതുപോലെ കുഴിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. കൈവച്ച് ഉരുട്ടി ഇതുപോലെ നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. അപ്പം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. സ്പൂണിൻ്റെ മറുവശം വെച്ചിട്ട് ഇതുപോലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് അച്ചൊന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ അച്ചിൽ ചെയ്തെടുക്കുന്ന അതേ ഷേപ്പിൽ ഇതാ നമുക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് അതാ കിട്ടിയിട്ടുണ്ട്. 2 രീതിയിലാണ് ഈ കൊഴുക്കട്ട തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാൻ ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഡലി ചെമ്പതായി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കടായി എടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റീമറിൻ്റെ ഒരു തട്ട് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൻ്റെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെറിയ ഹോളിൽ. അതിൻ്റെ പുറത്ത് ഒരു വാഴയിലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്, സ്മൂത്തായിട്ട് നല്ലോണം ഇളകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം അത് നല്ല ചൂടാണ്. ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഇത് പുറത്തെടുക്കാം. നമ്മൾ ചൂടോടുകൂടി പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് ചൂടൊന്ന് മാറട്ടെ, ഫ്ലെയിം ഓഫാക്കാം. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിത് പുറത്തെടുക്കാം. കണ്ടില്ലേ, അടിക്കൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അച്ചൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഒരു ഗ്ലാസ് വെച്ചിട്ട് 2 തരത്തിലുള്ള കൊഴുക്കട്ട ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ കൊഴുക്കട്ടയുടെ പ്രത്യേകത ഇതിന്റെ ചൂട് മാറിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്.
അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്